ഹലോ. അപ്പം നമ്മൾ ചാലക്കുടിയുള്ള കൊരട്ടിയിലെ വീട്ടിൽ നിന്ന് നമ്മൾ കൊരട്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ കൊരട്ടി പള്ളിക്ക് അധികം ദൂരമൊന്നുമില്ല. ആകെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 5 മിനിറ്റുള്ളൂ കേട്ടോ പള്ളിയിലോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ പള്ളിയിൽ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യം വന്നാലും ഇവിടെ പള്ളിയിൽ പോവാറുണ്ട് കേട്ടോ. അതുപോലെ ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പള്ളി എത്തിയിട്ടോ. അത്ര അടുത്താണ് നമുക്ക് പള്ളിയുള്ളത്. ഈ പള്ളിയിലോട്ട് ആദ്യമായിട്ട് വരുന്നവർ 3 കാര്യങ്ങൾ കൊരട്ടിമുത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ അകത്തോട്ട് കയറാനുള്ള പരിപാടി കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മളിവിടെ ആളില്ലാത്തത് 4 മണിക്ക് വന്നത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ ഞായറാഴ്ചകളൊക്കെ വന്നതെങ്കിൽ ഭയങ്കര ആളാവും കേട്ടോ, നല്ല ജനങ്ങളാവും. അതുപോലെ വർഷത്തിലൊരിക്കൽ ഇവിടെ കൊരട്ടി പെരുന്നാൾ നടത്താറുണ്ട് കേട്ടോ. അന്നിവിടെ പള്ളീൻ്റെ അകത്തും പള്ളീൻ്റെ മുറ്റത്തും കൊരട്ടി അങ്ങാടിയിൽ തന്നെ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും ജനങ്ങളാവും. നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം തൃശ്ശൂർ ഭാഗത്തുള്ള എല്ലാ വീടുകളും ഒക്കെ ഷോപ്പുകളൊക്കെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയാവും കേട്ടോ കാണാൻ. നമ്മളെപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ മുട്ടുത്തി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. നമ്മളെല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മുട്ടുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മുത്തി കേൾക്കും കേട്ടോ. എൻ്റെ ബാക്കിലായിട്ട് ശ്രീകുട്ടി ഋഷിമോളൊക്കെ മുട്ടുകുത്തി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഇവിടെ മുട്ടുത്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ കിട്ടും കേട്ടോ. നമ്മളെ ഓരോ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മുത്തീനോട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളീൻ്റെ പുറത്ത് പോവാണ് കേട്ടോ. പുറത്ത് പോയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പുറത്ത് കാണാനുണ്ട്. അതൊക്കെ ഒന്ന് ചുറ്റി കാണണം. കൊരട്ടി പള്ളിയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ AD 1351 നമ്മുടെ കൊരട്ടിപ്പള്ളി സ്ഥാപിതമായത് കേട്ടോ. 13-ാം നൂറ്റാണ്ട് കൈമൾ ഇടപ്രഭുക്കന്മാരുടെ ഭരണകാലം. സേനനായകൻ ശ്രീ കവലക്കാട്ട് കൊച്ചുവറീദ് അന്തരിച്ചു. ശവസംസ്കാരം ചാലക്കുടി പുഴയുടെ പടിഞ്ഞാറേ കരയിലുള്ള അമ്പയക്കാട് പള്ളിയിൽ നടത്തണം. മറ്റൊരു ഇടപ്രഭുവായ കോടശ്ശേരി കർത്താവ് സമ്മതിച്ചില്ല. അതിനാൽ കൊരട്ടിയിൽ കൽക്കുരിശ് നാട്ടിയിരിക്കുന്ന സ്ഥലത്ത് സംസ്കരിച്ചു. ദേവാലയം നിർമ്മിക്കാനുള്ള സ്ഥലം കൈമൾ പ്രഭു നൽകി. പൂവങ്കല നേർച്ചയുമായിട്ടൊരു ഭക്തൻ മേലൂരിൽ നിന്നും കൊരട്ടിയിലേക്ക് വരുന്നു. ഒരു ധനാഢ്യൻ 2 പൂവമ്പഴം ആവശ്യപ്പെട്ടു. മുത്തിക്കുള്ള നേർച്ചയായതുകൊണ്ട് കൊടുത്തില്ല. അവർ നിർബന്ധമായി പഴമെടുത്തു തിന്നു. വയറുവേദനയും തുടങ്ങി. ചികിത്സ പലതും നടത്തിയിട്ട് ഫലമുണ്ടായില്ല. താൻ പണിയെടുത്തിരുന്ന നിലത്തിൻ്റെ പകുതിയും മുത്തിക്ക് നൽകി. അസുഖവും മാറി. കൂടാതെ സ്വർണം കൊണ്ടുള്ള പൂവൻ കുലയും നേർച്ച അർപ്പിച്ചു. കൊരട്ടിയിൽ നിർത്താതെ പോകേണ്ട ഒരു തീവണ്ടി. മുത്തിയുടെ തിരുനാൾ ദിവസം കൊരട്ടിയിൽ നിന്നു. യാത്രക്കാർ തിരുനാൾ സംബന്ധിച്ച് നേർച്ച അർപ്പിച്ച് തിരിച്ചു ചെന്നതിന് ശേഷമേ വണ്ടി മുന്നോട്ട് ചലിച്ചുള്ളൂ. അങ്ങനെ കൊരട്ടി അങ്ങാടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി. കൊരട്ടി കമ്പനിയുടെ സ്ഥാനത്ത് വിമാനത്താവളത്തിനുള്ള പണികൾ തുടങ്ങുന്ന നേരം ഒരു സ്ത്രീയും കുഞ്ഞും തടസ്സമുണ്ടാക്കി. അത് കൊരട്ടി മുത്തിയാണെന്ന് ഭക്തർ വിശ്വസിച്ചു. വിമാനത്താവളക്കാർ കൊട്ട, മൺവട്ടി എന്നിവ സ്വർണം കൊണ്ടുണ്ടാക്കി നേർച്ച അർപ്പിച്ചു. അതേ സ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള കമ്പനി സ്ഥാപിക്കപ്പെട്ടു. ഇത്രയുമുള്ളൂ നമ്മുടെ കൊരട്ടിപ്പള്ളിയിലെ ചരിത്രം. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇനി നമ്മുടെ ചാലക്കുടിയിലുള്ള മണിച്ചേട്ടൻ്റെ മണിപ്പാർക്കിലോട്ടാട്ടോ. അങ്ങനെ നമ്മൾ മണിപ്പാർക്കിലെത്തിട്ടോ. ലൈറ്റുകൾ കൊണ്ട് ഇവിടെ രാത്രിനെ പകലാക്കും വിധം നല്ല ആംബിയൻസാണ് കേട്ടോ ഈ പാർക്കിൽ. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചാലക്കുടിക്കാരൊക്കെ ഈ സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണി പാർക്കിലോട്ടാട്ടോ വന്നിരിക്കാറ്.
ഇതാ അവിടെ ചെന്ന് കയറുന്നവിടെ തന്നെ കണ്ടില്ലേ നല്ല കുഞ്ഞി പ്ലാവിലൊരു 2 ചക്ക നിൽക്കുന്നത്. നല്ല ഒരു ഷോ ഉണ്ട് കേട്ടോ ആ ചക്ക പ്ലാവിൽ നിൽക്കുന്നത് കാണാൻ. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇച്ചിരി നേരത്തെ എത്തി. ഇതാ ചെന്ന് കയറുന്നിടത്ത് തന്നെ എൻട്രൻസിലായിട്ട് നമുക്ക് ഇത്തിരി ഉള്ളോട്ട് നടന്നാൽ നല്ലൊരു ലൈറ്റ് ഹൗസ് കാണാം കേട്ടോ. മണിച്ചേട്ടൻ്റെ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ അടുത്തൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല ആ ഭംഗിയൊക്കെ നല്ലവണ്ണം ആസ്വദിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇവിടെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇരുന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കുഞ്ഞുമോൾ നമുക്ക് പറഞ്ഞു തരാണ് കേട്ടോ. എന്താ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികൾ കണ്ടില്ലേ ഊയാലാടണോ. എന്താ കുട്ടികളൊക്കെ പാർക്കിൽ പോയി കളിക്കുന്നത് കണ്ടില്ലേ. അമ്മമാരൊക്കെ വന്ന ഒരു സ്ഥലത്താണ്ട് ഇരിക്കാവും കേട്ടോ. പിള്ളേരെ അങ്ങോട്ട് വിടല. അവർക്ക് ഇഷ്ടം പോലെ കളിക്കല കേട്ടോ. അവിടെ കളിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ. ഇതാ റിതുമോനും ഋഷിയൊക്കെ അതാ ഊയലാടുന്നു. ഈ പാർക്ക് നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റി നിർമ്മിച്ചതാണ് കേട്ടോ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ രാജി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഇവിടെ വൈകുന്നേരം ആയാൽ എല്ലാവർക്കും വന്നിരിക്കാം. അറിയാതെ നമ്മൾ ഓർത്ത് പോയിട്ട് എന്നും ചാലക്കുടി ആയിരുന്നെങ്കിൽ നമുക്ക് എന്നും ഇവിടെ വന്നിരിക്കാമായിരുന്നു. അത്രയ്ക്കൊരു വൈബാണ് കേട്ടോ ഇവിടെയൊക്കെ. ആകെ കാണാനും ഇരിക്കാനും എല്ലാത്തിനും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കവിടെ ഒരു പാട്ടുപുര കാണാം കേട്ടോ. ആ പാട്ടുപുര നമ്മളെ മണിച്ചേട്ടന് വേണ്ടിയിട്ട് പ്രത്യേകം കെട്ടിയൊരു പാട്ടുപുരയാണ് കേട്ടോ. അങ്ങനെ മണിച്ചേട്ടൻ്റെ ആരാധകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പാട്ടുപുരയിൽ കയറിയിട്ട് കുറച്ച് സമയം മണിച്ചേട്ടൻ്റെ ഫോട്ടോയിലൊക്കെ നോക്കി പ്രാർത്ഥിച്ച് അവിടെ മണിച്ചേട്ടൻ്റെ ഓർമ്മകളുമായിട്ട് മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ എല്ലാവരും വന്നാൽ അവിടെ ചാലക്കുടിയിലെ പുറത്തുനിന്നുള്ള ആളുകളും എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പാട്ട് പാടാറുണ്ട് അത്ര. മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് മണിച്ചേട്ടൻ്റെ ആരാധകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടനെ കുറിച്ച് 2 വരി പാട്ട് മൂളിയിട്ട് അത്ര അവരൊക്കെ പോവാറുള്ളത് കേട്ടോ. അങ്ങനെ ആ പാട്ടുപുരൻ്റെ അകത്ത് കുറച്ച് നേരം മണിച്ചേട്ടൻ്റെ ഓരോ കഥകളും ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മളും കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇതാ കുഞ്ഞുമോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് മണിച്ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് നോക്കി. ഫോട്ടോയിൽ ഇതാ മാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പാട്ടുപുര എന്ന് പ്രത്യേകം വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കലാഭവൻ മണി പാട്ടുപുര. അങ്ങനെ നമ്മളെ ഋഷിമോൾ നടക്കാൻ വയ്യാത്ത കുട്ടിയാണ് കേട്ടോ. അവൾ പിടിച്ചേ നടക്കുകയുള്ളൂ. അങ്ങനെ കുഞ്ഞുമോൾ ഇതാ കുട്ടീനെയും കൂട്ടി നടത്തി വരുന്നു കേട്ടോ. അങ്ങനെ രാജിയും നമ്മളും കൂടിയിട്ട് മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 വരി പാട്ട് മൂളുകയാണ് കേട്ടോ. മണിച്ചേട്ടൻ്റെ ഒരു മണിക്കൂടാരം കാണാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മണിക്കൂടാരം കാണാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ മണിപ്പാർക്കിലേക്ക് വന്നു കേട്ടോ. ചാലക്കുടി മണിപ്പാർക്കാണിത്. അപ്പോൾ മണിപ്പാർക്കിലെത്തിയപ്പോൾ നമുക്ക് മണിച്ചേട്ടനെ കുറിച്ചൊരു 2 വരി പാട്ട് മൂളണമെന്ന് തോന്നിട്ടോ. കാരണം ഞാൻ ഒരു മണിച്ചേട്ടൻ്റെ ആരാധികയാണ്. അപ്പോൾ നമ്മളിവിടെ മണിച്ചേട്ടന് വേണ്ടി 2 വരി പാട്ട് മൂളാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദന ചൊപ്പുള്ള നീരാരി പെണ്ണിനെ കണ്ടു. പെണ്ണിന്റെ കുട്ടിയിൽ നീയുള്ള മീനാണ്. അപ്പം നമുക്ക് ഈ ലൈറ്റ് ഹൗസ് കണ്ടപ്പോൾ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറിയാലോ എന്ന് തോന്നിട്ടോ. നല്ലൊരു രസമാട്ടോ. അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ മേലേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അതിൻ്റെ അറ്റം കാണില്ല കേട്ടോ. നല്ലൊരു അടിപൊളി അതിൻ്റെ അടിയിൽ നിന്ന് മേലേക്ക് നോക്കാൻ. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി ഇറങ്ങി. ഇനി പിള്ളേരെയൊക്കെ കൂട്ടി നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഉള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ എല്ലാം നടന്ന് കണ്ട് എൻജോയ് ചെയ്ത് മനുഷ്യരുടെ ഓർമ്മകളൊക്കെ ആയിട്ട് നിന്നു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്. ഓക്കെ.